പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ കേരളത്തിന്റെ പ്രതിഷേധം വിളിച്ചോതുന്നതായി കോഴിക്കോട് നടന്ന പൗരത്വ സംരക്ഷണ റാലി. ജനപങ്കാളിത്തം കൊണ്ട റാലി ശ്രദ്ധേയമായി. കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയ പതിനായിരങ്ങൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം അറിയിച്ചു. AK ലതീഷിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ലതീഷ്, വലിയൊരു ജനപിന്തുണ തന്നെയായിരുന്നു ഇന്നലെ നടന്ന റാലിയിൽ കണ്ടത്. ജനശ്രദ്ധേയമായി തന്നെ മാറി. എന്തായാലും തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറെ ചർച്ചാ വിഷയമായി മാറുന്നതും ഈ പൗരത്വ നിയമം തന്നെയായിരിക്കും. എങ്ങനെയായിരുന്നു ഇന്നലത്തെ പരിപാടികൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് വെച്ചാണ് മുമ്പും പൗരത്വ സംരക്ഷണ റാലിക്ക് തുടക്കമായത്. ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വിജ്ഞാപനം വന്ന ശേഷം കോഴിക്കോട് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധത്തിന് വേദിയായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. മുഖ്യമന്ത്രിയാണ് ഇന്നലെ കോഴിക്കോട് നടന്ന പൗരത്വ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് കാസർഗോഡാണ് പൗരത്വ സംരക്ഷണ റാലി. കാഞ്ഞങ്ങാട് വൈകിട്ട് 7 മണിക്ക് തന്നെയാണ് റാലി നടക്കുക. നാളെ കണ്ണൂരിൽ റാലി നടക്കും. മറ്റന്നാൾ മലപ്പുറത്ത് ആണ് റാലി. മലപ്പുറത്ത് രാവിലെ 10 മണിക്കാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. 27-ന് കൊല്ലത്തും റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 5 റാലികളാണ് പൗരത്വ സംരക്ഷണ റാലി എന്നുള്ള നിലയിൽ ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 4 റാലികളും ഉദ്ഘാടനം ചെയ്യുക മുഖ്യമന്ത്രി തന്നെയാണ്. ഇനിയുള്ള 4 റാലികളും ഉദ്ഘാടനം ചെയ്യുക മുഖ്യമന്ത്രി തന്നെയാണ്. മത, സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ റാലികളിൽ പങ്കെടുക്കുകയും ചെയ്യും. കോഴിക്കോട് ഇന്നലെ കടപ്പുറത്താണ് റാലി നടന്നത്. വലിയ ജനപങ്കാളിത്തം ഇന്നലത്തെ റാലിയിൽ ദൃശ്യമായിരുന്നു. നമുക്കറിയാം, പൊതുവെ ഈ കാലത്ത് പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിൽ പൊതുപരിപാടികളൊക്കെ വലിയ നിയന്ത്രണം ഉള്ള ഒരു ഘട്ടമാണ് മലബാർ മേഖലയിൽ പ്രത്യേകിച്ച്. എങ്കിൽ പോലും വലിയ ജനപങ്കാളിത്തം തന്നെ ഇന്നലെ കോഴിക്കോട് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 7 മണിക്ക് 7:30 തന്നെ റാലി ആരംഭിച്ചു. മുഖ്യമന്ത്രിയാണ് റാലി ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമായും 3 കാര്യങ്ങൾ ഊന്നി നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഒന്ന്, കേരളത്തിൻ്റെ നിലപാട്, LDF സർക്കാരിൻ്റെ നിലപാട്. അത് മുമ്പ് ആവർത്തിച്ചതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ ആവർത്തിച്ചു പറഞ്ഞു. RSSന് മുന്നിൽ കേരളം മുട്ടുമടക്കില്ല, കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി ബിൽ നടപ്പാക്കില്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉറപ്പു പറഞ്ഞു. ഒപ്പം കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്, കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ അദ്ദേഹം ഊന്നി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ ഈ നിയമ ഭേദഗതി ബില്ല് ഇപ്പോൾ നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പോലും കോൺഗ്രസിന് ഒരു നിലപാടില്ലായ്മ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇനിയെങ്കിലും നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം BJP വർഗീയ ധ്രുവീകരണത്തിനായി, മതരാഷ്ട്ര നിർമ്മാണത്തിനായി, മുസ്ലിം പൗരന്മാരെ 2ാം നിര പൗരന്മാരായി കാണുന്നതിനായി കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരെ BJPയുടെ നിലപാട് എന്താണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. ഒപ്പം മത, സാമുദായിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥയുടെ നേതാവ് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞത്, സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ നിലപാട് ശ്ലാഘനീയമാണെന്നാണ് സംസ്ഥയുടെ പ്രതിനിധിയായി ഈ റാലിയെ സംസാരിച്ച മുസ്തഫ മുണ്ടുപാറ വ്യക്തമാക്കിയത്. ഒപ്പം LDF സർക്കാരിൻ്റെ മുന്നേറ്റത്തെ, LDFൻ്റെ മുന്നേറ്റത്തെ, ഒപ്പം മുഖ്യമന്ത്രി എടുക്കുന്ന ഈ നിലപാടിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതായി കാന്തപുരം വിഭാഗത്തിന് പങ്കെടുത്ത C. മുഹമ്മദ് ഫൈസി പറഞ്ഞു. MESൻ്റെ ഫസൽ ഗഫൂറും തുടങ്ങി വിവിധ മത, സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ഇന്നലത്തെ റാലിയിൽ പങ്കെടുത്തിരുന്നു. ശരി, വ്യക്തമാണ്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.